യഥാർത്ഥത്തിൽ എന്താണ് ഈ ഇന്നലെയും നാളെയും? ഒരിക്കൽ ഒരു ജാപ്പനീസ് പടയാളിയെ ശത്രുക്കൾ പിടികൂടി ജയിലിലടച്ചു. ആ രാത്രി അയാൾക്ക് ഒരു പോള കണ്ണടക്കാനായില്ല. പിറ്റേന്ന് പുലരുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ഭീകരമായ പീഡനങ്ങളായിരുന്നു അയാളുടെ മനസ്സിൽ. ആധി പിടിച്ച് തിരിഞ്ഞും മറിഞ്ഞും കിടക്കവേ പണ്ടൊരിക്കലെന്നോ കണ്ട ഒരു ഗുരുവിൻ്റെ വാക്കുകൾ അയാളുടെ ചെവിയിൽ മുഴങ്ങി. നാളെ എന്നത് ഒരു യാഥാർത്ഥ്യമല്ല, അതൊരു മായയാണ്. ഇപ്പോൾ ഈ നിമിഷം അത് മാത്രമാണ് യാഥാർത്ഥ്യം. തിരയടങ്ങിയ കടൽ പോലെ പതിയെ അയാളുടെ മനസ്സ് ശാന്തമായി. അപ്പോൾ അയാൾക്ക് നിഴലും നിലാവും രാപ്പാടിയുടെ പാട്ടുമൊക്കെ ആസ്വദിക്കാനായി. ഇലയനങ്ങാതെ ഇമയറിയാതെ ഉറക്കം അയാളെ കൂട്ടിക്കൊണ്ടുപോയി. ഈ അശാന്തനായ പടയാളിയെപ്പോലെയാണ് നമ്മളിലധികം പേരും. ഭൂതത്തിൻ്റെയും ഭാവിയുടെയും തടവറയിൽ ജീവിക്കുന്നവർ. വർത്തമാനത്തിൽ ജീവിക്കുന്നവർ വളരെ കുറച്ച് മാത്രം. വരാനിരിക്കുന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്നതിലും കഴിഞ്ഞുപോയതിനെക്കുറിച്ച് വിലപിക്കുന്നതിലുമല്ല മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യ രഹസ്യം. ഈ നിമിഷത്തിൽ വിവേകത്തോടെയും ആത്മാർത്ഥതയോടെയും ജീവിക്കുന്നതിലാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ഇന്നലെയും നാളെയും? ഒന്നാമത്തേത് കഴിഞ്ഞു പോയതാണ്. അതിലിനി നമുക്കൊന്നും ചെയ്യാനില്ല, ചെയ്യാനാവുകയുമില്ല. രണ്ടാമത്തേത് വരാനുള്ളതാണ്. നാളെ എന്നതൊരു കൺസെപ്റ്റ് മാത്രമാണ്, കാത്തിരിപ്പാണ്, സമീപസ്ഥമാണ് എന്ന് അത് നമ്മെ തോന്നിപ്പിക്കുന്നുവെന്ന് മാത്രം. സത്യത്തിൽ ഇന്ന് മാത്രമാണ് നിലനിൽക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതും ഇപ്പോൾ മാത്രമാണ്. ഇന്നിലല്ല നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ കഴിയുന്നത് അയഥാർത്ഥ ലോകത്താണ്. നിങ്ങൾക്കൊന്നും ചെയ്യാനാവാത്ത ലോകത്ത്. അകാരണമായ ഭയം നമ്മെ കീഴടക്കുന്നത് അപ്പോഴാണ്. നിലവിലില്ലാത്ത ഒന്നിന് കാത്തിരുന്ന് ഉള്ളത് കളയണോ? ഈ പ്രപഞ്ച ശക്തിയുടെ അനന്തമായ ഖജനാവിൽ നിന്ന് നമുക്കനുവദിച്ച സമയം എപ്പോഴാണ് തീർന്നു പോകുന്നതെന്ന് നമുക്കാർക്കറിയാം?